അടുത്തതായി നമുക്ക് നീറ്റ് 2023 ചോദിച്ച ചോദ്യം നോക്കാം. എ ബുള്ളറ്റ് ഫ്രം എ ഗൺ ഈസ് ഫയർഡ് ഓൺ എ റെക്ടാങ്കുലർ വുഡൻ ബ്ലോക്ക് വിത്ത് വെലോസിറ്റി യു. അപ്പോൾ ഒരു റെക്ടാങ്കുലർ വുഡൻ ബ്ലോക്ക് ഉണ്ട്, യു സ്പീഡിലാണ് അത് എൻ്റർ ചെയ്യുന്നത്. When bullet travels 24 centimeter through the block along its length horizontally, the velocity of bullets becomes u by 3. 24 centimeter travel ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റി u by 3 ആയി. ഇവിടെയുള്ള വെലോസിറ്റി u by 3 ആയി. Then it further penetrates into the block in the same direction before coming to rest exactly at the other end of the block. അപ്പോൾ ഇങ്ങനെ അത് ട്രാവൽ ചെയ്തിട്ട് ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി 0 ആവും, 0 മീറ്റർ പെർ സെക്കൻഡ് ആവും. ടോട്ടൽ ലെങ്ത് ഓഫ് ദ ബ്ലോക്ക് ഈസ്, ബ്ലോക്കിന്റെ ടോട്ടൽ ലെങ്ത് ആണ്. അപ്പോൾ ആദ്യം എൻ്റർ ചെയ്യുന്നത് യു സ്പീഡിലാണ്. 24 സെന്റിമീറ്റർ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ സ്പീഡ് u by 3 ആയി. അതിനുശേഷം കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടാണ് ഇവിടെ എത്തുന്ന സമയത്ത് വെലോസിറ്റി 0 ആവുന്നത്. അതായത് ഇവിടെ എത്തുമ്പോൾ റെസ്റ്റിലേക്ക് ബുള്ളറ്റ് വന്നു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ 24 സെന്റിമീറ്റർ പ്ലസ് ഈ ലെങ്ത്. ഈ ലെങ്ത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ആ ലെങ്ത് പ്ലസ് 24 ആഡ് ചെയ്ത് ടോട്ടൽ ലെങ്ത് ഓഫ് ദ ബ്ലോക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ലെങ്ത് കാണാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അപ്പം നമ്മൾ നേരത്തെ പഠിച്ചു, ഈ ക്വസ്റ്റ്യൻ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ആക്സിലേഷൻ തന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ആക്സിലേഷൻ തന്നിട്ടില്ലെങ്കിൽ എന്താക്കണം, ആക്സിലേഷൻ കണ്ടെത്തണം. അപ്പം നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ u by 3, 24 സെന്റിമീറ്റർ, ടൈം ഇല്ലാത്ത ഇക്വേഷൻ അതേതാണ്, v സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് 2a ഡെൽറ്റ x. അപ്പൊ ഞാൻ ആദ്യം ഇവിടെ അപ്ലൈ ചെയ്യാണ് v സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് 2a ഡെൽറ്റ x. അപ്ലൈ ചെയ്യുമ്പോൾ u by 3 സ്ക്വയർഡ് മൈനസ് യു സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു 2a into 24. ഇതിൽ നിന്നും a നമുക്ക് എന്ത് കാണാൻ പറ്റും, u സ്ക്വയർ ബൈ 9 മൈനസ് യു സ്ക്വയർ ഡിവൈഡ് ബൈ 48. അതായത് നമുക്ക് എയുടെ വാല്യൂ ഇവിടെ മൈനസ് 8 യു സ്ക്വയർ ബൈ 9 ഇൻറ്റു 48 മൈനസ് യു സ്ക്വയർ ബൈ 6 ഇൻറ്റു 9 54 മൈനസ് യു സ്ക്വയർ ബൈ 54 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. ഇവിടെ നെഗറ്റീവ് ആവാൻ കാരണം എന്താണ്? കാരണം സ്പീഡ് കുറയുന്നതുകൊണ്ടാണ്. u by 3 ആകുമ്പോൾ ആക്സിലറേഷൻ സ്പീഡ് കുറഞ്ഞ ആക്സിലറേഷൻ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് വന്നത്. ഓക്കെ, ഇപ്പൊ ആക്സിലറേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ കണ്ടത്, ഈ ഡിസ്റ്റൻസ് ആ കണ്ടത് അല്ലെ. ഇവിടെയുള്ള ആക്സിലറേഷൻ തന്നെയാണ് ഇവിടെ ഉണ്ടാവാം. കാരണം എന്താ സാർ, ഈ ബ്ലോക്ക് ആണ് ബുള്ളറ്റിന് എന്ത് കൊടുക്കുന്നത്, ഫോഴ്സ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ സ്പീഡ് കുറയുന്നത്. ബ്ലോക്ക് കൊടുക്കുന്ന ഫോഴ്സ്, ബുള്ളറ്റിന് കൊടുക്കുന്ന ഫോഴ്സ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഫോഴ്സ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ആക്സിലറേഷൻ തന്നെ ആയിരിക്കും, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ആക്സിലറേഷൻ. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. ടൈം വന്നിട്ടില്ല, ആക്സിലറേഷൻ നമ്മളിപ്പോൾ കണ്ടെത്തി. ഇവിടെയുള്ള ആക്സിലറേഷൻ തന്നെയാണ് ഇവിടെയുള്ള ആക്സിലറേഷൻ. അപ്പൊ നമുക്ക് എന്ത് കണ്ടെത്തിയാൽ മതി, ഇവിടെയുള്ള ഡിസ്പ്ലേസ്മെന്റ് കാണാൻ നമുക്ക് v സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഡെൽറ്റ എക്സ് ഇക്വേഷൻ ഉപയോഗിക്കാം. അതായത് ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു v സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2a ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, v എന്ന് പറയുന്നത് 0 ആണ്. 0 സ്ക്വയർ മൈനസ് ഇവിടെയുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ u by 3 ആണ്. സോ u by 3 സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു ആക്സിലറേഷൻ എത്രയാണ്, മൈനസ് യു സ്ക്വയർ ബൈ 54. സോ ഇവിടെ മൈനസ് യു സ്ക്വയർ ഡിവൈഡ് ബൈ 54 എന്ന് വരും. സോ അതെന്ന് പറയുന്നത് എത്രയായിരിക്കും, യു സ്ക്വയർ ബൈ 54 മേലോട്ട് പോകും, ഇങ്ങനെ വരും. ഓക്കെ, അപ്പം ഇവിടെ ഈ യു സ്ക്വയർ കട്ട് ചെയ്ത് പോയി, നെഗറ്റീവ് കട്ട് ചെയ്ത് പോയി. എന്താവും, 54/18 എന്നാവും. 54/18 എന്ന് പറയുമ്പോൾ 18 മൾട്ടിപ്ലൈഡ് ബൈ 3/18, ഉത്തരം 3 സെന്റിമീറ്റർ ആവും. ഇതാണോ ഫൈനൽ ഉത്തരം? അല്ല. ഇത് നമ്മൾ എന്താ കണ്ടത്, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത് ആണ് 3 സെന്റിമീറ്റർ എന്ന് കണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 24 സെന്റിമീറ്റർ പ്ലസ് 3 സെന്റിമീറ്റർ ആയിരിക്കും. അതായത് 27 സെന്റിമീറ്റർ ആയിരിക്കും. 27 സെന്റിമീറ്റർ ആണ് വരിക. നമ്മൾ ആദ്യം എന്താ ചെയ്തത്, ഇവിടെ മുതൽ ഇവിടെ വരെ ഈ ലെങ്ത് കാണുന്നത് മനസ്സിലായി. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു സംഭവം ഓൾറെഡി തന്നിട്ടുണ്ട്. അത് നമ്മൾ ആക്സിലറേഷൻ കണ്ടെത്തി. ആക്സിലറേഷന്റെ വാല്യൂ ഇവിടെ സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും വരാം.
അതിനുശേഷം ഡെൽറ്റ എക്സ് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2a അപ്ലൈ ചെയ്തു ഈ ഭാഗത്ത്. അങ്ങനെ നമുക്ക് ഉത്തരം 27 സെന്റിമീറ്റർ എന്നുള്ള രീതിയിലേക്ക് കിട്ടി.